ശ്രീ പത്മനാഭൻ, അദ്ദേഹം പാണ്ഡ്യാല ഷാജി പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്, വിശാല ഹിന്ദു. ഈ വിശാല ഹിന്ദുക്കളുടെ ഒരു വോട്ട് ബാങ്ക്, അതാണ് CPM ഇത്രയും കാലം നിലനിർത്തിയത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അവരുടെ ഒരു ഡെപ്പോസിറ്റായി, CPM ഒരു ഡെപ്പോസിറ്റായി കരുതിയിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയാണ്. അതായത് CPM പ്രതിനിധാനം ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ്, ന്യൂനപക്ഷത്തോടൊപ്പം മാത്രമാണ് CPM നിലകൊള്ളുന്നത്. ഈ ആലപ്പുഴയിലേക്ക് വലിയ വോട്ട് ചോർച്ചയും അതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൂട്ടമായി രാജിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിന്, ഈ ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവ് യഥാർത്ഥത്തിൽ CPM ക്ഷീണിപ്പിച്ചിരിക്കുകയാണ്. അത് അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ന്യൂനപക്ഷത്തിനൊപ്പമാണ് CPM എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ മാധ്യമങ്ങൾക്കായി, അത്തരത്തിലൊരു തെറ്റിദ്ധാരണ നിലനിർത്താൻ മാധ്യമങ്ങൾക്കായി എന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. യാഥാർത്ഥ്യം എന്താണ്? ഈ വിശാല ഹിന്ദു സങ്കല്പമാണ് CPM കേരളത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളല്ലേ. അല്ല, ഇതിലൊരു വേറെ സംഭവമുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ചെയ്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അബ്ദുൾ നാസർ മദനിയുമായി CPM സഖ്യമുണ്ടാക്കി. കുറ്റിപ്പുറത്ത് പിണറായി വിജയൻ ഇടതുവശത്തും കോടിയേരി ബാലകൃഷ്ണൻ വലതുവശത്തും ഇരുന്നു കൊണ്ട് അബ്ദുൾ നാസർ മദനി ഇടതുപക്ഷത്തിന്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിൽ തോറ്റു. അത് CPM ആ പരാജയത്തിൽ നിന്നും വല്ല പാഠം ഉൾക്കൊണ്ടോ ചോദിച്ചാൽ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ വീണ്ടും EMS നമ്പൂതിരിപ്പാടിലേക്ക് പോവാം. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ലീഗും കേരള കോൺഗ്രസും ഇല്ലാത്ത ഭരണം. അദ്ദേഹം പറഞ്ഞെന്താണ്? ന്യൂനപക്ഷ വർഗീയതയെ പരാജയപ്പെടുത്താൻ ഭൂരിപക്ഷ വർഗീയതയെ പാലൂട്ടി വളർത്തുക അല്ലെ ശക്തിപ്പെടുത്തുക അല്ല വേണ്ടത്, പകരം ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് 87 87 10 97 97 10 2000 22 വർഷം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ ജയിലിൽ തീവ്രവാദ കേസിൽ അകപ്പെട്ട് കിടന്ന് തെളിവിന്റെ അഭാവം മൂലം കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന വിദ്വാനെ പിടിച്ച് നടുക്കിരുത്തി. ആ CPM നയം പതുക്കെ അവര് ശക്തിപ്പെടുത്തി. അത് തെറ്റായിപ്പോയി, ഇനി മദനിയായി സഖ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് ജമാഅത്തെ ഇസ്ലാമിയായിട്ടും അത്തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ടുള്ള ബന്ധം അതിശക്തമാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്തായി ഇത് ഒരു പരാതിയായി CPM ഉള്ളിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ ഒരു പരാതി അതാണ്, പല CPM വിട്ടു വരുന്നവർക്കുള്ള പരാതി ഇതാണ്. ഇവർ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ഇവർ സന്ധിയിലാണ് എന്ന രീതിയിൽ ഉള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. CIA നിയമകാലത്ത് എന്താണോ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ വിളിച്ച മുദ്രാവാക്യം അതുതന്നെയാണ് CPM വിളിച്ചത്. CIA നിയമത്തിന് ആധാരം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിനും അഫ്ഗാനിസ്ഥാനിനും നാട് വിട്ടു വരേണ്ടി വന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ്. ഇത് ബംഗാളിൽ CPM അധികാരത്തിലെത്തിച്ച ഇതാണ്. പശ്ചിമ ബംഗാളിൽ ഇതാണ് CPM അധികാരത്തിലെത്തിച്ചത് 60കളുടെ അവസാനം. അത് CPM തള്ളിപ്പറയുന്നു. CPM നിലപാടുകൾ ഇത്തരത്തിൽ പ്രത്യക്ഷമായി തന്നെ CPM ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയും ചെയ്തു എന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് CPM ഉണ്ടാക്കിയ കുഴപ്പമാണ്. ഈ പിന്നാക്ക വിഭാഗങ്ങൾ, അതായത് CPM നട്ടല് എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളാണ്, അവരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പാർട്ടിയോട് തെക്കൻ കേരളത്തിൽ പതുക്കെ സലാം പറഞ്ഞു തുടങ്ങി എന്നുള്ളതൊരു സത്യമാണ്. BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അത് ജനസംഘവും ഹിന്ദുത്വ പാർട്ടിയായിരുന്നു. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഉണ്ടാക്കിയ കാലം മുതൽ ജനസംഘവും BJPയും ഹിന്ദുത്വ പാർട്ടിയാണ്. അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലില്ല, മായം ചേർക്കലില്ല. BJPയുടെ നിലപാട് കൃത്യമാണ്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയും, 370-ാം വകുപ്പ് റദ്ദാക്കും, ഇതൊക്കെ കൃത്യമാണ്.
ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും. അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. BJP കൃത്യമായ നിലപാട് ഏത് കാലത്തും. പക്ഷെ CPM-ന്റെ ഈ നിലപാട് മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകൾ വെച്ചിട്ടുള്ള ഈ സർക്കസ് ആണ് ഈ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി. അപ്പോ അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. BJP-ന് ഹിന്ദുത്വം ഇന്നലെ മിഞ്ഞാന്നുണ്ടായതല്ലല്ലോ, പണ്ടേ ഉള്ളതല്ലേ. ഇപ്പൊ CPM-ന്റെ അകത്ത് ഇത്തരത്തിലുള്ള ചില എന്താ പറയാ, ഇത് വളരെ ഗോപ്യമായി ചെയ്തതാണ്. ഇത് മദനിയുടെ അനുഭവത്തിന് ശേഷം പരസ്യമായി ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് രഹസ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ശക്തികളുമായി അവര് പതുക്കെ സമ്പർക്കം പുലർത്തുകയും സന്ധി ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ അത് അണികളുടെ ചർച്ചയായി, അണികളുടെ അതൊരു വിഷയമായിട്ടുണ്ട്. അവര് പതുക്കെ പാർട്ടി വിടാൻ തുടങ്ങിയിട്ടുണ്ട്.